ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തേങ്ങാച്ചോറ് ആണ് സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കുന്നത്. അതിനുവേണ്ടി 1 കിലോ മട്ടരി നന്നായി കഴുകി വൃത്തിയാക്കിയതിൽ തേങ്ങ ചിരകിയതും ഉള്ളി അരിഞ്ഞതും ഉലുവയും ഉപ്പും ഇട്ട് നന്നായി കുഴച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി കുഴച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് വിറകടുപ്പിൽ കൊണ്ടുവച്ച വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച വെള്ളത്തിൽ കൂടുതലായിട്ടുള്ളത് മുക്കി മാറ്റിയതിന് ശേഷം വെള്ളം പാകത്തിനാക്കി അതിലേക്ക് ഈ കൂട്ട് ഇട്ട് കൊടുക്കാം. മട്ടരി കഴുകി വൃത്തിയാക്കിയതും ഉലുവയും ഉള്ളി അരിഞ്ഞതും തേങ്ങ ചിരകിയതും ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ മട്ടരി റേഷൻ കടയിലത്തെ മട്ടരി ആയതുകൊണ്ട് തന്നെ അത് ഒരുപാട് വെള്ളത്തിലിട്ട് വെച്ച് അതിൽ വെള്ള അരി എന്തോ ഒരു ഉണ്ടാക്കിയ അരി കൂട്ടി കഴിച്ചിട്ടാണല്ലോ റേഷൻ കടയിലൊക്കെ അരി അരിഞ്ഞു. പച്ചരി ആയാലും മട്ടരി ആയാലും വെള്ളരി ആയാലും എല്ലാ അരിയിലും 3 വിധം അരിയിലും അത് കൂട്ടി കഴിച്ചിട്ടാണ് റേഷൻ കടയിലെ അരി വരുന്നത്. റേഷൻ കടയിലെ അരി തിരിച്ചു വരാനും വിറ്റാമിനാണെന്നൊക്കെ പറയുന്നത്. എന്ത് വിഷം കൂട്ടി കഴിച്ചിട്ടാണ് വരുന്നതെന്നാണ്. അപ്പം അത് നമ്മൾ കളഞ്ഞിട്ടാണ് കഴിക്കാറ്. അത് നന്നായി കുതിർക്കാൻ വെച്ചിട്ട് കുതിർന്ന ശേഷം ഒരുപാട് 10 പ്രാവശ്യമെങ്കിലും പരിപ്പിൻ്റെ ചോട്ടിൽ വെച്ച് വെള്ളം എടുത്ത് നന്നായി കഴുകി അരിച്ചതിൻ്റെ അതൊക്കെ ഒഴുക്കി കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ അരി റേഷൻ കടയിലെ അരി ഉപയോഗിക്കാറ്. നമുക്കിതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. നന്നായി ഇറങ്ങി വെച്ചുകൊണ്ട് നന്നായിട്ട് കത്തിച്ചു കൊടുക്കുക. ഈ സമയത്ത് നന്നായി കത്തിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇത് തിളച്ച് പോകാതെ തന്നെ നോക്കണം. പോകുന്നില്ല, അരിയിൽ തിളക്കണം, അപ്പോൾ വല്ലാതെ പോകുന്നില്ല. നന്നായിട്ട് കത്തിച്ചു കൊടുക്കാം. പിന്നെ അടച്ച് വെച്ച് വേവിക്കാം. കണ്ടോ, പിന്നെ നന്നായിട്ട് വിറക് വെച്ച് നന്നായി തീ കത്താം. ഈ സമയത്ത് കേട്ടോ, ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് അരിയുടെ താഴെ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതലായി കത്തിക്കരുത്. തേങ്ങയും ഉള്ളിയൊക്കെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത് കാണാം. പിന്നെ നമുക്ക് ഇറച്ചിക്കറിയാണിത്. അത് ബീഫ് പാകം ചെയ്യുന്ന മസാല ഒന്നും കാണിച്ചിട്ടില്ല. അത് മസാലയൊക്കെ ഇട്ട് വിസിലടിച്ച് തുറന്ന ബീഫാണിത്. അതിലേക്ക് ഒരൽപ്പം വെള്ളുള്ളി ഇല്ലാത്ത സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് മിക്സ് ചെയ്തിട്ട് വേവിക്കാം. ഇത് ബീഫും ഉരുളക്കിഴങ്ങും ഒപ്പം തന്നെ വെച്ച് വിസിലടിച്ചതാണ്. ഉരുളക്കിഴങ്ങ് ഉടഞ്ഞാൽ തന്നെ കറി കുറുകാൻ നന്ദി, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഉടയാതെയും കഴിക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ആവി കയറിയതിന് ശേഷം അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണ ബീഫിൽ ഒഴിച്ചാൽ അതൊരു ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് തേങ്ങാച്ചോറിൻ്റെ അടുത്തേക്ക് പോകാം. തേങ്ങാച്ചോറ് നന്നായിട്ട് തിളച്ച് വെന്ത് വെള്ളം താന്ന് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളമുണ്ട്. ഒന്നും കൂടെ അടച്ച് വെച്ച് ചെറിയ തീയിൽ കിടത്തി ഉണ്ടാക്കാം. ഈ സമയത്ത് വളരെ കുറഞ്ഞ തീ മതി, കൂടുതൽ തീ ഉണ്ടാകാൻ പാടില്ല. ഇനി കൂടുതൽ തീ കത്തിച്ചാൽ കരിഞ്ഞു പോകും. 1 കിലോ അരി വരുന്ന കലത്തിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഒന്നും കൂടി അടപ്പടച്ച് വെച്ച് ചെറുതായിട്ട് തീ കുറച്ച് കൊടുക്കാം. പുള്ളിയൊക്കെ മാറ്റി വെച്ച് കൊടുക്കാം. ചെറിയൊരു പീസ് വിറകുള്ളിൽ അങ്ങനെ അത്ര മുന്തിയ പീസല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, അത്ര മതി. ഇനി തീയും പിന്നെ ഇതാണ്ടപ്പോൾ അതും കത്തി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. തീരെ തീ കത്തരുത്. പിന്നെ അടുപ്പത്ത് തന്നെ കുറച്ചും കൂടി വെച്ചാൽ നന്നായിട്ട് വേവേണ്ടവർക്ക് അടുപ്പത്ത് വെക്കുകയും ചെയ്യാം. കൂടുതൽ വേവേണ്ടാത്തവർക്ക് നിങ്ങൾ ചോറെല്ലാം വേവിക്കുന്ന കൂട്ടരാണ് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചാലും അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനിയും വേവും. ഞങ്ങൾക്ക് നാസ്തിയൊന്നും വല്ലാതെ കഴിച്ചിട്ടില്ല, ഞാനും മരുമോളും. അതുകൊണ്ട് തന്നെ
ഒരല്പം ചോറ് എടുത്തുകൊണ്ടിട്ട് ഞങ്ങൾ കഴിക്കാനാണ് നോക്കുന്നത്. പിന്നെ ഇനി ഒട്ടും തീ കത്താതെ ഇറച്ചി വെച്ചാൽ തന്നെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ്. ഫിഷ് കറിയും പപ്പടം പൊരിച്ചതും അച്ചാറും ഒക്കെ ഇതാണ് സ്പെഷ്യൽ. നല്ല ടേസ്റ്റിയായ ചോറാണ്. ചോറും കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. വീണ്ടും ഒരു വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്.